നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് UAE-യിൽ എന്ത് മാറ്റം വന്നാലും അത് പ്രതിഫലിക്കുക ഇങ്ങ് കേരളത്തിലാണ്. കാരണം ഗൾഫ് മേഖലയിൽ അത്രയേറെ മലയാളികളാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ UAE-യിൽ സംഭവിക്കുന്ന ഓരോ ചെറിയ മാറ്റവും പ്രവാസികളും അവരുടെ കുടുംബവും ഉറ്റുനോക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് നാട്ടിലേക്കുള്ള യാത്രാ മാർഗം എളുപ്പമാകുക എന്നുള്ളത്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ നാട്ടിലേക്ക് എത്താൻ സാധിക്കുക എന്നതാണ് ഓരോ ഗൾഫ് മലയാളിയുടെയും സ്വപ്നം. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ യാത്രകൾ സുഗമമാക്കുക എന്നതും അവരുടെ താല്പര്യ വിഷയം തന്നെയാണ്. UAE-യും സൗദി അറേബ്യയും ഒമാനും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ ഏതായാലും ഇപ്പോൾ മലയാളികൾക്ക് സന്തോഷിക്കാനുള്ളത് തന്നെയാണ്. ഇന്ത്യ GCC യൂറോപ്പ് ചരക്ക് ഇടനാഴി വരുന്നു എന്ന പ്രഖ്യാപനമാണ് ആദ്യമായിട്ട് വന്നത്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ GCC-യിലേക്കും തുടർന്ന് യൂറോപ്പിലേക്കും അയക്കുന്നതാണ് ഈ പദ്ധതി. ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗവും GCC-യിൽ റെയിൽ മാർഗവുമായിരിക്കും ചരക്ക് കടത്ത്. ഇന്ത്യയുടെയും UAE-യുടെയും സൗദി അറേബ്യയുടെയും സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പുണ്ടാക്കുന്ന ഈ പദ്ധതിക്ക് അമേരിക്കയുടെ സഹായവുമുണ്ട്. ഇതോടെ തൊഴിൽ രംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകും. ഇത് മലയാളികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. GCC രാജ്യങ്ങളെ മൊത്തം ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖല വരുന്നു എന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം. 2117 കിലോമീറ്ററിലാണ് റെയിൽപാത വരുന്നത്. GCC-യിലെ 6 രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളും പ്രാരംഭ നടപടികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. സൗദി, UAE, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ മുന്നിലുള്ളത്. 900 കിലോമീറ്റർ ദേശീയ ശൃംഖല UAE പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി മുതൽ ചരക്ക് കടത്ത് ആരംഭിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ 200 കിലോമീറ്ററാണ് പൂർത്തിയായിട്ടുള്ളത്. ഒമാനിലെ സോഹാറിൽ നിന്നുള്ള നിർമ്മാണ പദ്ധതിയും പുരോഗമിക്കുകയാണ്. ഖത്തർ രൂപരേഖ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബഹ്റൈനും കുവൈത്തും പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതാണ് മറ്റൊരു പ്രധാന പദ്ധതി. മലയാളി പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഇതും. അടുത്ത ഡിസംബറിൽ പ്രവർത്തനം ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ശ്രമങ്ങൾ നടക്കുന്നത്. വിമാന ടിക്കറ്റ് ഉയരുന്നത് കാരണം പ്രതിസന്ധിയിലാകുന്ന പ്രവാസികൾക്ക് ഏറെ നേട്ടമാണ് 10,000 രൂപ ചെലവിലുള്ള കപ്പൽ യാത്ര. ലഗേജും കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കും. GCC രാജ്യങ്ങളിലേക്ക് ഒരൊറ്റ വിസ എന്ന പദ്ധതിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു പദ്ധതി. നിലവിൽ GCC പൗരന്മാർക്ക് മാത്രമാണ് ഈ ഇളവുള്ളത്. ഇത് GCC രാജ്യങ്ങളിലെ താമസക്കാർക്കും അനുവദിക്കാൻ പോകുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ GCC രാജ്യങ്ങൾക്കിടയിലെ യാത്രയ്ക്ക് പ്രത്യേകം വിസ വേണ്ടിവരില്ല. ഒമാനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ഒമാൻ എയർ ആരംഭിച്ചു എന്നതും പ്രവാസികൾക്ക് വളരെ നേട്ടമുള്ള ഒരു കാര്യമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.